ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3-ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 3-ാമത്തെ യൂണിറ്റാണ്. 1000 എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3-ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല ഇനി മാത്സിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കായികമേള. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ് നമ്പർ വാങ്ങേണ്ടതാണ്. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകുക. ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകൾ എഴുതി നോക്കൂ. ആദ്യം തുടങ്ങുന്നത് 986-ൽ നിന്നാണ് അല്ലേ? അടുത്തത് ഏതായിരിക്കും? 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999. അടുത്ത നമ്പറോ? 1000. 999 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 1000ആണ്. ഈ 1000 വരെയുള്ള ചെസ് നമ്പറുകൾ കൊടുത്ത ശേഷമാണ് ഒരാൾ ഓടി വരുന്നത്. നമ്മുടെ മുയലുകുട്ടൻ ഞാനുമുണ്ടേ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് കണ്ടോ? അപ്പോൾ കുരങ്ങച്ചൻ പറയുന്നു, നീ 1001 ലോങ് ജമ്പിൽ നിൻ്റെ പേരില്ല. 1000-ഉം 1-ഉം ചേർന്നതാണ് 1001. അതായത് 1000-ലേക്ക് 1 കൂട്ടുന്നതാണ് 1001. കുരങ്ങച്ചൻ്റെ കയ്യിൽ നിന്നും ചെസ് നമ്പർ താഴെ വീണു. 1002 മുതലുള്ള ചെസ് നമ്പറുകൾ താഴെ വീണു. ആ ചെസ് നമ്പറുകൾ ഒന്ന് ക്രമത്തിലാക്കി കൊടുത്തേ. 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, 1010, 1011, 1012. ഇങ്ങനെ നമ്പറുകൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അനൗൺസ്മെൻറ്റ്. മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് പട്ടികയിലുള്ളത്. അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടനാനയെ നിങ്ങളതിന് സഹായിക്കാമോ? നമുക്കിവിടെ നമ്പറുകൾ അക്കത്തിൽ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അക്ഷരത്തിലാക്കിയിട്ട് കൊടുക്കണം. ആദ്യം അക്കത്തിൽ തന്നിട്ടുള്ള നമ്പർ എത്രയാണ്? 879. അതെങ്ങനെ വായിക്കുന്നത്? 879. അടുത്തത് 904, 918, 906, 809, 749. ഇങ്ങനെയാണ് ഈ നമ്പറുകൾ വായിക്കേണ്ടത്. ATM. സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ്. സമ്മാനങ്ങൾക്ക് 760 രൂപയായി. പണമെടുക്കാൻ ATM-ൽ പോയി. കാട്ടിലെ ATM-ൽ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും? എത്ര വീതം കിട്ടിയിട്ടുണ്ടാവും? ആകെ തുക എന്ന് പറയുന്നത് 760 ആണ്. അതിനെ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും എന്താക്കിയിട്ട് നോട്ടുകളും നാണയങ്ങളും ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. ആദ്യത്തേത് നോക്കൂ, 700, 610. 700 എന്ന് പറയുമ്പോൾ 700, 610 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 760. അല്ലെങ്കിൽ 700, 60, 1. 700 + 60, അതും 760. ഇനി അല്ലെങ്കിൽ 76 10-കൾ. 76 10 എന്ന് പറയുമ്പോൾ 76 ഗുണിക്കണം 10, 760 അല്ലേ? അതല്ലെങ്കിൽ 760 1-കൾ. 760 1-കൾ ചേർന്നാലും 760 രൂപയായില്ലേ? ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സംഖ്യയെ എഴുതി നോക്കാവുന്നതാണ്. പണം ശേഖരിക്കാം. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ. ആർക്കൊക്കെയാണ് ചുമതല കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. നമുക്കിവിടെ തന്നിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും തുക എത്രയാണ് എന്നുമാണ് എഴുതി കൊടുക്കാനായിട്ടുള്ളത്. ഇതിൽ ഒഴിഞ്ഞ കളങ്ങളാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത് കേട്ടോ. ആദ്യത്തേത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 9 100 രൂപ നോട്ടുകളാണ് കിട്ടിയത്. 9 100 എന്ന് പറയുമ്പോൾ 900. 8 10 രൂപ നോട്ടുകൾ, അപ്പോൾ 80. 3 1 രൂപ നാണയങ്ങൾ, അപ്പോൾ 3. 900 കൂട്ടണം 80 കൂട്ടണം 3 = 983. അടുത്തത് നോക്കൂ. 100 രൂപ നോട്ടുകൾ 7 എണ്ണം, 10 രൂപ നോട്ടുകൾ 14 എണ്ണം. 700 രൂപ എന്ന് പറയുമ്പോൾ 700, 14 10 രൂപ എന്ന് പറയുമ്പോൾ
140. 700 കൂട്ടണം 140 സമം 840 രൂപ. അടുത്തത് തുക 785 അതിൽ എത്ര 100 രൂപയും എത്ര 10 രൂപയും എത്ര 1 രൂപയും ഉണ്ട്? 7 100 രൂപ നോട്ടുകൾ, 8 10 രൂപ നോട്ടുകൾ, 5 1 രൂപ നാണയങ്ങൾ. 7 100 എന്ന് പറയുമ്പോൾ 700, 8 10 എന്ന് പറയുമ്പോൾ 80, 5 1 രൂപ എന്ന് പറയുമ്പോൾ 5, 785. അടുത്തത് 909 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ 10 രൂപ നോട്ടുകൾ 10 എണ്ണമുണ്ട്, അതായത് 100 രൂപ അങ്ങനെയായി. ഇനി എത്ര 100 രൂപകളും ബാക്കി എത്ര 1 രൂപ നാണയങ്ങളും ഉണ്ടാവും? 8 100 രൂപ നോട്ടുകൾ. അപ്പോൾ 800, 100 കൂട്ടണം 800, 900 ആയില്ലേ? 1 രൂപ നാണയങ്ങൾ, ബാക്കി 9. 100 കൂട്ടണം 800 കൂട്ടണം 9 സമം 909. ചക്കിപ്പരുന്ത് ശേഖരിച്ച തുക 785. ഈ തുക എങ്ങനെയൊക്കെ ആകാമെന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ. ഒന്നുകിൽ 7 നൂറുകൾ, 8 പത്തുകൾ, 5 ഒന്നുകൾ, അല്ലെങ്കിൽ 785 ഒന്നുകൾ, അല്ലെങ്കിൽ 7 നൂറുകൾ, 85 ഒന്നുകൾ. ഇനിയോ 78 പത്തുകൾ, 5 ഒന്നുകൾ, അല്ലെങ്കിൽ 700 രൂപയും 80 രൂപയും 5 രൂപയും, 70 പത്തുകൾ, 85 ഒന്നുകൾ, 6 നൂറുകൾ ഡാഷ് പത്തുകൾ, 5 ഒന്നുകൾ. അതെങ്ങനെ? 6 നൂറുകൾ എന്ന് പറയുമ്പോൾ 600 രൂപയായി, 5 ഒന്നുകൾ എന്ന് പറയുമ്പോൾ 5 രൂപയായി. അപ്പോൾ ആകെ 605 ആയില്ലേ? ഇനി എത്ര പത്തുകളായിരിക്കും അപ്പോൾ ഉണ്ടായിരിക്കുക? ബാക്കി 785 ആവാൻ 180 രൂപ കൂടെ വേണം. അപ്പോൾ 18 പത്തുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി 600ലേക്ക് എത്ര കൂട്ടിയാലാണ് 785 ആവുക? 185 കൂട്ടിയാലാണ്. അപ്പോൾ 600 കൂട്ടണം 185. എല്ലാം ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? സംഖ്യകളൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം 785 തന്നെ കിട്ടുന്നില്ലേ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം എഴുതി കൊടുക്കുക കേട്ടോ. ഇനി കുഞ്ഞൻ മൂങ്ങയ്ക്ക് കിട്ടിയ 909 രൂപയെ വ്യത്യസ്ത രീതിയിൽ നോട്ട് ബുക്കിൽ എഴുതൂ. എങ്ങനെയെല്ലാം വരാം മക്കളെ? ഒന്നുകിൽ 9 100 9 1, അല്ലെങ്കിൽ 909 ഒന്നുകൾ, അല്ലെങ്കിൽ 90 10 9 1. ഇനിയോ 900 കൂട്ടണം 9, അല്ലെങ്കിൽ 800 എന്ന് പറയുമ്പോൾ എത്രയായി? 800 ആയി അല്ലേ? പിന്നെ 109 ഒന്നുകൾ, അല്ലെങ്കിൽ 800 10 10 9 1. ഇങ്ങനെയും എഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതി നോക്കാവുന്നതാണ്. തീറ്റ മത്സരം. തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി വച്ചു. ആകെ എത്ര കരിമ്പുകൾ ഉണ്ടായിരിക്കും? 100 എണ്ണം വീതമുള്ള 20 കെട്ടുകളാണല്ലേ. ഒരു കെട്ടിൽ 100, 2 കെട്ടിൽ 200, 3 കെട്ടിൽ 300, അങ്ങനെയെങ്കിൽ 20 കെട്ടിൽ എത്ര ഉണ്ടായിരിക്കും? 100നെ 20 തവണ എഴുതി നോക്കുക, അല്ലെങ്കിൽ 100നെ 20 കൊണ്ട് ഗുണിക്കുക. 100 ഗുണിക്കണം 20 എത്രയാണ് മക്കളെ? 2000 ആണല്ലേ. 2000 കരിമ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിംബൻ ജിറാഫും ബാലു കരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു. എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത്? നോക്കിക്കേ, ജിറാഫ് കൊണ്ടുപോയത് 6 കരിമ്പിൻ്റെ കെട്ടുകളാണ്. ഒരു കെട്ടിൽ 100 എണ്ണമാണുള്ളത്. അപ്പോൾ 6 കെട്ടിൽ എത്രയുണ്ടായിരിക്കും? 100 ഗുണിക്കണം 6 സമം 600. ഇനി കരടി കൊണ്ടുപോയത് 10 കെട്ടുകളാണ്. ഒരു കെട്ടിൽ 100 എണ്ണമാണുള്ളത്. അപ്പോൾ 10 കെട്ടിൽ 10 ഗുണിക്കണം 100 സമം 1000. ഇനി കഴുത കൊണ്ടുപോയത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഇതുവരെ ആകെ കൊണ്ടുപോയത് ജിറാഫിൻ്റെ 600ഉം കരടിയുടെ 1000ഉമാണ്. അപ്പോൾ 1000 കൂട്ടണം 600, 1600 കരിമ്പുകൾ കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ളത് 2000 കുറയ്ക്കണം 1600 ചെയ്ത് നോക്കിയാൽ പോരെ. 2000-ൽ നിന്നും 1600 കുറയ്ക്കുമ്പോൾ എത്ര വരുന്ന മക്കളെ? 400 എന്നാണ് വരുന്നത്. കരിമ്പുകളുടെ എണ്ണം 400 ആണ്. എങ്കിൽ കരിമ്പ് കെട്ടിൻ്റെ എണ്ണം എത്രയായിരിക്കും? ഒരു കെട്ടിൽ 100 എണ്ണം, 2 കെട്ടിൽ 200 എണ്ണം, 3 കെട്ടിൽ 300 എണ്ണം, 4 കെട്ടിൽ 400 എണ്ണം. അപ്പോൾ കരിമ്പ് കെട്ടിൻ്റെ എണ്ണം 4 ആണ്. തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന 2000 മാമ്പഴം 4 ചാക്കുകളിൽ തുല്യമായി വച്ചിരിക്കുകയാണ്. എങ്കിൽ ഓരോ ചാക്കിലും എത്ര വീതമുണ്ടായിരിക്കും? 4 ചാക്കുകളിലാണ് വച്ചിട്ടുള്ളത്. ആകെ മാമ്പഴം 2000 ആണ്. തുല്യമായാണ് വച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓരോ ചാക്കിലും 500 മാമ്പഴം വീതമാണ് ഉണ്ടായിരിക്കുക. 4 500കൾ ചേർന്നാൽ 2000 ആവില്ലേ?
അതുകൊണ്ട് ഓരോ ചാക്കിലും 500 മാമ്പഴം വീതം ഉണ്ടായിരിക്കും. വെള്ളം കുടി മത്സരം. വെള്ളം കുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് നമ്മളുടെ ആനക്കുട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മത്സരത്തിന് പങ്കെടുക്കാൻ എത്തിയവരെല്ലാവരും ഇവിടെ കുളത്തിനരികിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാൾ ജയിക്കും. നോക്കിക്കേ, 50 ലിറ്ററിൻ്റെ 2 പാത്രം, 20 ലിറ്ററിൻ്റെ 2 പാത്രം, 4 പാത്രം, 10 ലിറ്ററിൻ്റെ 2 പാത്രം എന്നിങ്ങനെ വച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കൂ, പട്ടിക പൂർത്തിയാക്കൂ. ആദ്യം ജിംബൻ ജിറാഫ്. ജിംബൻ ജിറാഫ് 50 ലിറ്ററിൻ്റെ 1 ക്യാനും 20 ലിറ്ററിൻ്റെ 3 ക്യാനും 10 ലിറ്ററിൻ്റെ 1 ക്യാനുമാണ് കുടിച്ചത്. അപ്പോൾ ആകെ എത്രയാണ്? 50 ലിറ്ററിൻ്റെ 1 ക്യാൻ എന്ന് പറയുമ്പോൾ 50, 20 ലിറ്ററിൻ്റെ 3 ക്യാൻ എന്ന് പറയുമ്പോൾ 20 ഗുണിക്കണം 3 സമം 60. അപ്പോൾ 50 കൂട്ടണം 60, 10 ലിറ്ററിൻ്റെ 1 ക്യാൻ എന്ന് പറയുമ്പോൾ 10, 50 കൂട്ടണം 60 കൂട്ടണം 10 സമം എത്രയാണ്? 120 ലിറ്ററാണ് ആകെ കുടിച്ചത്. ഇനി കൊമ്പനാന. കൊമ്പനാന കുടിച്ചത് 50 ലിറ്ററിൻ്റെ 3 ക്യാനാണ്. അപ്പോൾ 3 ഗുണിക്കണം 50 സമം എത്രയായി? 150 ലിറ്ററായി. പിന്നെ 20 ലിറ്ററിൻ്റെ 4 ക്യാന്. അപ്പോൾ 20 ഗുണിക്കണം 4 സമം 80, 150 കൂട്ടണം 80. 10 ലിറ്ററിൻ്റെ 2 ക്യാൻ, 10 ഗുണിക്കണം 2 സമം 20. അപ്പോൾ 150 കൂട്ടണം 80 കൂട്ടണം 20 ആകെ എത്രയായി? ആകെ 250 ലിറ്ററായി. ഇനി ജിൻഡു കരടി കുടിച്ചത് 20 ലിറ്ററിൻ്റെ 2 ക്യാന്, അതായത് 20 × 2 സമം 40. 10 ലിറ്ററിൻ്റെ 2 ക്യാന്, 10 × 2 സമം 20. ആകെ എത്ര? 40 കൂട്ടണം 20 സമം 60 ലിറ്റർ. കുട്ടനൊട്ടകം കുടിച്ചത് 20 ലിറ്ററിൻ്റെ 5 ക്യാന്, അതായത് 20 ഗുണിക്കണം 5 സമം 100. 10 ലിറ്ററിൻ്റെ 10 ക്യാന്, 10 ഗുണിക്കണം 10 സമം 100. ആകെ 100 കൂട്ടണം 100 സമം 200 ലിറ്ററാണ് കുടിച്ചത്. ഇനി മല്ലൻ കടുവ കുടിച്ചത് ആകെ 80 ലിറ്ററാണ്. അത് ഏതൊക്കെ ക്യാനിൽ നിന്നായിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുക? ഞാൻ എഴുതുന്നത് 4 20 ലിറ്ററിൻ്റെ ക്യാന്, അതായത് 4 ഗുണിക്കണം 20 സമം 80 ആയില്ലേ. ഇനി ചില്ലുകാട്ടുപോത്ത് ആകെ കുടിച്ചത് 100 ലിറ്റർ വെള്ളമാണ്. അതെങ്ങനെയായിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുക? പല രീതിയിൽ നമുക്ക് എഴുതാം. ഞാൻ എഴുതുന്നത് 50 ലിറ്ററിൻ്റെ 1 ക്യാന്, അപ്പോൾ 50. പിന്നെ 20 ലിറ്ററിൻ്റെ 1 ക്യാന് 20, 50 കൂട്ടണം 20. പിന്നെയോ 10 ലിറ്ററിൻ്റെ 3 ക്യാന്, 3 ഗുണിക്കണം 10 സമം എത്ര? 30. അപ്പോൾ ആകെ 100 ലിറ്റർ ആയില്ലേ. ആരാണ് ജയിച്ചത്? നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചത് കൊമ്പനാനയാണ്. അപ്പോൾ കൊമ്പനാനയാണ് ഇതിൽ ജയിച്ചത്. 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 20 ലിറ്ററിൻ്റെ എത്ര പാത്രം വെള്ളം കുടിക്കണം? 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം എന്ന് പറയുമ്പോൾ ആകെ എത്രയുണ്ട് മക്കളെ? 50 ഗുണിക്കണം 2 സമം 100 ലിറ്റർ ഉണ്ട് അല്ലേ. എങ്കിൽ ഇത് 20 ലിറ്ററിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? 5 പാത്രം വെള്ളം കുടിക്കേണ്ടി വരും. അതായത് 20 ഗുണിക്കണം 5 അല്ലേ 100 ആവുന്നത്. അപ്പോൾ 5 പാത്രം വെള്ളം കുടിക്കേണ്ടി വരും. 10 ലിറ്ററിൻ്റെ പാത്രത്തിലെ വെള്ളമായാലോ? 10 ലിറ്ററിൻ്റേതായാൽ 10 പാത്രം വെള്ളം കുടിക്കേണ്ടി വരും. 10 ഗുണിക്കണം 10 100, അതുകൊണ്ട് 10 പാത്രം വെള്ളം കുടിക്കേണ്ടി വരും. വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്നറിയാമല്ലോ. വെള്ളം പാഴാക്കാതെ തന്നെ ഉപയോഗിക്കണം. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്ററിലുള്ള അളവ് ആരോഹണക്രമത്തിൽ എഴുതൂ. നോക്കിക്കേ, ഞാനിവിടെ അവർ കുടിച്ച വെള്ളത്തിൻ്റെ പട്ടിക തന്നിട്ടുണ്ട്. ആരോഹണക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. എങ്ങനെ വരും മക്കളെ? ഏറ്റവും അവസാനം വരുന്നത് ജിൻഡു കരടിയാണ്, 60 ലിറ്റർ. പിന്നെ മല്ലൻ കടുവ 80 ലിറ്റർ. അത് കഴിഞ്ഞിട്ട് ചില്ലുകാട്ടുപോത്ത് 100 ലിറ്റർ. പിന്നെ ചിമ്പൻ ജിറാഫ് 120 ലിറ്റർ. കുട്ടനൊട്ടകം 200 ലിറ്റർ. കൊമ്പനാന 250 ലിറ്റർ. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതുന്നത്. സമ്മാന കൂപ്പൺ. കായിക മത്സരത്തിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി. ഓരോരുത്തർക്കും 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാകാം? സാധനവും അതിൻ്റെ വിലയും അടങ്ങുന്ന ഒരു ബില്ല് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ക്രിക്കറ്റ് ബാറ്റിന് 750 രൂപയാണ്, ഷട്ടിൽ ബാറ്റിന് 300 രൂപ, ഫുട്ബോളിന് 650, ഷട്ടിൽ കോക്കിന് 250, നെറ്റിന് 400, വോളിബോൾ 350, ഷൂസ് 600, ജേഴ്സി 200, ഗ്ലൗസ് 150, ചെസ് ബോർഡ് 100, ക്രിക്കറ്റ് ബോൾ 50. ഇനി ഇതിൽ കടുവയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു പരുന്താണെന്ന് തോന്നുന്നു, കാക്കയോ ഒരു പക്ഷിയും അതുപോലെ തന്നെ നമ്മളുടെ വെയിലും തിരഞ്ഞെടുത്ത സാധനങ്ങളും അതിൻ്റെ വിലയും
എത്രയാണെന്ന് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ എന്താണ് ഒരു കണ്ടീഷൻ ഉള്ളത്? ആകെ 900 രൂപ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 900 രൂപ കൊണ്ട് വേണം ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ? അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ. അതായത് അവർ തിരഞ്ഞെടുക്കുന്ന 3 സാധനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ 2 സാധനങ്ങളും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 900 എന്ന് കിട്ടണം ഉത്തരം. അങ്ങനെയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കടുവ തിരഞ്ഞെടുത്തത് ആദ്യം ഷൂസാണ്. ഷൂസിന് 600 രൂപ. പിന്നെ ജേഴ്സി എടുത്തു. ജേഴ്സിക്ക് 200 രൂപ. ഒരു ചെസ് ബോർഡും എടുത്തു. ചെസ് ബോർഡിന് 100 രൂപ. ആകെ എത്രയായി നോക്കിക്കേ? 600 കൂട്ടണം 200 കൂട്ടണം 100, 900 ആയില്ലേ? ഇനി അടുത്തതായിട്ട് കാക്ക തിരഞ്ഞെടുത്തത് നോക്കൂ. ഒരു ഷട്ടിൽ ബാറ്റ് തിരഞ്ഞെടുത്തു. ഒരു ഷട്ടിൽ കോക്ക് തിരഞ്ഞെടുത്തു. പിന്നെയോ ഒരു വോളിബോളും തിരഞ്ഞെടുത്തു. ഷട്ടിൽ ബാറ്റിന് 300 രൂപയാണ്. ഷട്ടിൽ കോക്കിന് 250 വോളിബോളിന് 350. മൂന്നും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 900 എന്ന് വരുന്നില്ലേ? ഇനി നമ്മളുടെ ഡോൾഫിൻ തിരഞ്ഞെടുത്തത് എന്തൊക്കെയാവും മക്കളെ? ഒരു ഷട്ടിൽ ബാറ്റ് എടുത്തു. ഒരു നെറ്റ് എടുത്തു. ഒരു ജേഴ്സി എടുത്തു. ഷട്ടിൽ ബാറ്റിന് 300 രൂപയാണ്. നെറ്റിന് 400 രൂപയാണ്. ജേഴ്സിക്ക് 200 രൂപയാണ്. 300 കൂട്ടണം 400 കൂട്ടണം 200 സമം എത്രയായി? 900 ആയില്ലേ? അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. കുട്ടികളുടെ മത്സരം. കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പറുകൾ തയ്യാറാക്കുന്നത് മിട്ടുമുയലാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകൾ തയ്യാറാക്കി. ചെസ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകളുണ്ട്? 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ഇങ്ങനെ വരും അല്ലേ? ആകെ എത്ര കാർഡുകളുണ്ട് മക്കളെ? 11 കാർഡുകളുണ്ട്. ഇനി നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി. എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത്? 30 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ 11 കാർഡുകൾ ഉണ്ടാവും. പിന്നെ 41 മുതൽ 50 വരെ 10 കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ 21 കാർഡുകൾ ഉണ്ടായിരിക്കും. നെല്ലിക്ക പെറുക്കൽ കളിക്കായി 60 മുതൽ 100 വരെ കാർഡുകൾ ഉണ്ടാക്കണം. എത്ര കാർഡുകൾ വേണം? 60 മുതൽ 70 വരെ 11 കാർഡുകൾ ഉണ്ടാവും. പിന്നെ 71 മുതൽ 80 വരെ 10 കാർഡുകൾ. 81 മുതൽ 90 വരെ 10 കാർഡുകൾ. 91 മുതൽ 100 വരെ 10 കാർഡുകൾ. അങ്ങനെയെങ്കിൽ ആകെ എത്ര കാർഡുകളായി മക്കളെ? 41 കാർഡുകൾ ഉണ്ടായിരിക്കും. ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര? രണ്ടക്ക സംഖ്യകൾ എത്രയാണ് മക്കളെ? 10 മുതൽ 99 വരെയാണല്ലേ രണ്ടക്ക സംഖ്യകൾ വരുന്നത്. എത്രയുണ്ട് ആകെ? 10 മുതൽ 20 വരെ 11 സംഖ്യകളുണ്ട്. 21 മുതൽ 30 വരെ 10 സംഖ്യകൾ. 31 മുതൽ 40 വരെ 10 സംഖ്യകൾ. 41 മുതൽ 50 വരെ 10 സംഖ്യകൾ. 51 മുതൽ 60 വരെ 10 സംഖ്യകൾ. 61 മുതൽ 70 വരെ 10 സംഖ്യകൾ. 71 മുതൽ 80 വരെ 10. 81 മുതൽ 90 വരെ 10. 91 മുതൽ 99 വരെ 9 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര സംഖ്യകളാണ് ആകെ ഉള്ളത് മക്കളെ? 90 രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്. ഇനി 100 മുതൽ 200 വരെ എത്ര സംഖ്യകളുണ്ട്? നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ നമുക്കറിയാം. എങ്ങനെ ചെയ്താൽ മതി? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് അതിലേക്ക് 1 കൂട്ടി കൊടുത്താൽ മതി അല്ലേ? അതായത് 200 കുറയ്ക്കണം 100 ചെയ്ത് അതിലേക്ക് +1 ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും മക്കളെ ഉത്തരം? 101 സംഖ്യകളുണ്ടായിരിക്കും. ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 100 മുതൽ 999 വരെയാണ് മൂന്നക്ക സംഖ്യകളുള്ളത്. അപ്പോൾ 999 കുറയ്ക്കണം 100 +1. 999 നിന്നും ആദ്യം 100 കുറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1 കൂട്ടുക. അപ്പോൾ എത്രയുണ്ട്? 900 മൂന്നക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. 1നും 100നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7 അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ 1നും 100നും ഇടയിൽ നമുക്കറിയാം 100 സംഖ്യകൾ ഉണ്ടായിരിക്കും ആകെ. അതിൽ 50 ഒറ്റ സംഖ്യകളും ബാക്കി എന്താണ്? ഇരട്ട സംഖ്യകളും പകുതി ആയിരിക്കും അല്ലേ? അപ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടായിരിക്കും മക്കളെ? 50 ഉത്തരം. ഇനി 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്രയാണ്? അതും എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? 100 സംഖ്യകളാണ് ആകെ ഉള്ളത് 1 മുതൽ 100ൻ്റെ ഇടയിലായിട്ട്. അതിൽ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണ്. കാർഡുകളി. സംഖ്യാ കാർഡുകളിൽ ഞാനുമുണ്ടേ. ഒരു മാൻകുട്ടി പറയുന്നതാണ് അല്ലേ? ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക. മണിയനുറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കിക്കേ. 9, 3, 2, 5. ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കണം. എന്താണ് കണ്ടീഷൻ? അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് തുടങ്ങാം. ഏതൊക്കെ മൂന്നക്ക സംഖ്യകളായിരിക്കും ഉണ്ടാക്കിയതെന്ന് അല്ലേ? ഇതിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2 അപ്പോൾ 2 വെച്ച് നമുക്ക് ആദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 235, 239, പിന്നെ 253, 259, പിന്നെ 293, 295. ഇനി 3 വെച്ച് നോക്കാം.
325, 329, 352, 359, 392, 395. ഇനി 5 വെച്ച് നോക്കാം. 523, 529, 532, 539, 592, 593. 9 വെച്ചോ. 923, 925, 932, 935, 952, 953. ഇത്രയും മൂന്നക്ക സംഖ്യകളാണ് ഈ അക്കങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആകെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റി? 24 സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റി. ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 953 ഏറ്റവും ചെറിയ സംഖ്യയോ? 235. ആ ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കൂ. 235. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ ചേർക്കുക, 10ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ ചേർക്കുക, ഒറ്റയുടെ സ്ഥാനത്ത് 5 മുത്തുകൾ ചേർക്കുക. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? 1 + 2. 1ലേക്ക് 2 കൂട്ടിയാൽ 3, 2 കൂട്ടണം 3, 2ലേക്ക് 3 കൂട്ടിയാൽ 5, 3 കൂട്ടണം 4, 3ലേക്ക് 4 കൂട്ടിയാൽ 7 അല്ലേ? അതുപോലെ 5 കൂട്ടണം 6, 5ലേക്ക് 6 കൂട്ടിയാൽ 11. അതുപോലെ 6ലേക്ക് 7 കൂട്ടിയാൽ എത്രയാണ്? 13. അപ്പോൾ എന്താണ് പ്രത്യേകത? തുടർച്ചയായ 2 സംഖ്യകളുടെ തുക എന്താണ്? ഒറ്റ സംഖ്യയാണല്ലേ വരുന്നത്. 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കാം. 1 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ 4ആണ്. 3 കൂട്ടണം 5 8ആണ്. 5 കൂട്ടണം 7 എത്രയാണ്? 12ആണ്. അപ്പോൾ 2 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഇരട്ട സംഖ്യയായിരിക്കും. 2 ഇരട്ട സംഖ്യകളുടെ തുകയോ? 2 കൂട്ടണം 4 6ആണ്. 4 കൂട്ടണം 6 = 10ആണ്. 6 കൂട്ടണം 8 എത്രയാണ് മക്കളെ? 12ആണ്. അല്ല ക്ഷമിക്കണം 14ആണ്. അപ്പോൾ 2 ഇരട്ട സംഖ്യകളുടെ തുകയും എപ്പോഴും എന്താണ്? ഒരു ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. 6ഉം 60ഉം 600ഉം ചേർന്നാൽ എത്ര? 6ലേക്ക് 60 കൂട്ടുമ്പോൾ 66, 66ലേക്ക് 600 കൂട്ടുമ്പോൾ 666. 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 8 നൂറുകൾ എന്ന് വെച്ചാൽ എത്രയായി? 800 ആയി. അത് എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 80 പത്തുകൾ ചേർന്നതിന് തുല്യമാണ്. അതായത് 80 ഗുണിക്കണം 10 അല്ലേ പിന്നീട് 800 വരുന്നത്. അപ്പോൾ 80 പത്തുകൾ ചേർന്നതിന് തുല്യമാണ്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. 700ഉം 6 10ഉം 5 1ഉം ചേർത്ത് സംഖ്യയുണ്ടാക്കിയപ്പോൾ 675 എന്നെഴുതി. ശരിയായ സംഖ്യ ഏതാണ്? 700 എന്ന് വെച്ചാൽ 700, 6 10 എന്ന് വെച്ചാൽ 60, 5 1 എന്ന് വെച്ചാൽ 5. അപ്പോൾ ശരിയായ സംഖ്യ 765 ആണ്. 675ൻ്റെ കൂടെ എത്ര പത്തുകൾ ചേർത്താൽ ശരിയായ സംഖ്യയാകും? 675ലേക്ക് എത്ര ചേർത്താലാണ് 765 ആവുക? 90 ചേർത്താലാണല്ലേ. 765 കുറയ്ക്കണം 675, 90 അല്ലേ? അപ്പോൾ 9 പത്തുകൾ ചേർത്താലാണ് ശരിയായ സംഖ്യയാവുക. ചോദ്യം 2. അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിട്ടാൽ സംഖ്യ എത്ര കുറയും? നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ള സംഖ്യ എത്രയാണ് മക്കളെ? 423 ആണ്. ഈ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുക്കുക. 4ൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10ലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സംഖ്യ 333 ആയി. അപ്പോൾ എത്ര സംഖ്യ കുറഞ്ഞു? 423 കുറയ്ക്കണം 333. 90 കുറഞ്ഞു. ഇപ്പോഴത്തെ സംഖ്യ എത്രയാണ്? 423 ആണ്. മുത്ത് മാറ്റുമ്പോഴുള്ള സംഖ്യയോ? 333. 100ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ൻ്റെ സ്ഥാനത്തിട്ടാൽ സംഖ്യ എത്ര കുറയും? 100ൻ്റെ സ്ഥാനത്തുള്ളത് 1ൻ്റെ സ്ഥാനത്തേക്ക് ഇട്ടാൽ സംഖ്യ എന്താവും മക്കളെ? 324 എന്നാവും. അപ്പോൾ എത്ര കുറയും? 423 കുറയ്ക്കണം 324 99 സംഖ്യ കുറയും. അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എത്രയാണ്? 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 432 ആണ്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയോ? 234 ആണ്. ചോദ്യം 3. പാറ്റേൺ പൂർത്തിയാക്കാം. 596, 597, 598, 599, 600, 102, 112, 122, 132, 142, 123, 234, 345, 456, 567, 986, 886, 786, 686, 586, 900, 890, 880, 870, 860,
100, 200, 300, 400, 500. ഇനി വേറെ ഇഷ്ടമുള്ള പാറ്റേൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. ചോദ്യം 4. കളം പൂർത്തിയാക്കൂ. 789 പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട് 789 ഒന്നുകൾ, 78 പത്തുകൾ, 9 ഒന്നുകൾ. ഇനിയോ 7 നൂറുകൾ, 8 പത്തുകൾ, 9 ഒന്നുകൾ എന്നെഴുതാം. അല്ലെങ്കിൽ 7 നൂറുകൾ, 89 ഒന്നുകൾ എന്നും എഴുതാം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഗണിതത്തിലെ 3ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്